അപ്പോൾ ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിൽ വിഭിന്ന സ്വഭാവങ്ങളാണ് ഇപ്രാവശ്യം ഉള്ളത്. കാരണം രണ്ട് സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയം ജലാശയത്തിൽ ഇറങ്ങാതിരിക്കുക. നമസ്കാരം. വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടു. നിരന്തരം കേൾക്കുന്നതാണെങ്കിൽ കൂടി മനുഷ്യ മനസ്സിനെ അഗാധമായി സ്പർശിക്കുന്ന, നമ്മൾ കേട്ടാൽ കുറേ നേരം ഇരുന്നു പോകുന്ന വാർത്ത. ഒരു മകൻ ലഹരിക്ക് അടിമയായി അമ്മയെ ഭീകരമായി കഴുത്തറുത്ത് കൊല്ലുന്നു. എന്നിട്ട് അച്ഛനെ കാത്തിരിക്കുന്നു. എന്നിട്ട് കുറ്റബോധമില്ലാതെ സുഹൃത്തിനെ വിളിച്ച് പറയുന്നു എന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം. മക്കൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് അറിയാതെ പോകുന്ന ഒരുപാട് മാതാപിതാക്കളെ എനിക്കറിയാം. എന്നെ ഒരുപാട് മാതാപിതാക്കൾ വിളിച്ചിട്ട് പറയും, സ്വാമി എൻ്റെ മകൻ മുറിയിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല, അവൻ പണ്ടത്തെ പോലെ ഊർജ്ജസ്വല ില്ല, അവൻ മുറിക്കുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ലഹരി പദാർത്ഥം വല്ല ഉപയോഗിക്കുമോ? അവൻ്റെ ഭക്ഷണ രീതി എങ്ങനെയാണ്? അവൻ സുഹൃത്തുക്കളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അയ്യോ, അങ്ങനെയുള്ള ഒന്നുമില്ല സ്വാമി. പക്ഷെ അവൻ മുറിയിൽ 24 മണിക്കൂർ അവൻ മുറിയിൽ തന്നെയാണ്. അവൻ മേലത്തെ മുറിയിൽ തന്നെ ഇരിക്കും, താഴോട്ടിറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോയ മാതാപിതാക്കൾക്ക് ഏത് നിമിഷവും തൻ്റെ വീട്ടിൽ തന്നെ ഒരു കൊലയാളി ഉണ്ടെന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലഹരി ഉപയോഗിച്ച് നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്നൊരു മകൻ, അവൻ ലഹരി ഉപയോഗിച്ച് അവസാനം ലഹരിക്ക് അടിമയായി. ലഹരി ഉപയോഗിക്കാൻ പണം കൊടുക്കാത്തത് കൊണ്ട് അവൻ്റെ അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് മൂർച്ചയേറിയ കത്തി കൊണ്ട് അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുന്നു. എന്നിട്ട് ആ ചോരപ്പാടുകളുമായിട്ട് അവൻ സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു. ഞാൻ എൻ്റെ അമ്മയെ കൊന്ന് അകത്തിട്ടിട്ടുണ്ട്, അവനെനിക്ക് പണം തന്നില്ല, എന്നെ നീ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ. യാതൊരു കുറ്റബോധവും ഇല്ലാതെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു. ഇത് കേരളത്തിലെ ചെറുപ്പക്കാരുള്ള പെൺകുട്ടികളെ പോലും ഞാൻ പറയാണ്, ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള മാതാപിതാക്കളുടെ ദുഃഖം, മാതാപിതാക്കളുടെ വ്യാകുലത അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ പറയുന്നതാണ്. ഇത് വിധിയെ മാറ്റാൻ പറ്റില്ല. മക്കളെ മാത്രം താലോലിച്ച് വളർത്തുന്ന, എനിക്കറിയാവുന്ന ഒരു അമ്മ മകൻ ലഹരി കച്ചവടം ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ടും അവനെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നു. ആ ലഹരി വിറ്റുകൊണ്ടുവരുന്ന പണത്തിൻ്റെ വിഹിതം അവരുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എത്ര കുട്ടികളെയാണ് നശിപ്പിച്ച് കളയുന്നത്. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് ലജ്ജയില്ലേ? അപ്പോൾ പറയുന്നു, സ്വാമി അവൻ വേറെ മാർഗമില്ല ജീവിക്കാൻ. അവന് ലഹരി വിൽക്കുന്ന മകൻ, ലഹരി അവൻ പെൺകുട്ടികളിലൂടെ ലഹരി വിൽക്കുന്നത് ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള മാതാപിതാക്കളുണ്ട്. ഈ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, ഏതു നിമിഷമാണ് ഈ മകൻ ആ ഒരു കൊലക്കത്തി അവരുടെ നേരെ ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് അവരുടെ ഗർഭപാത്രം അവൻ പിളർത്തിയെടുക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ പറയുന്നത്. ഈ അടുത്ത കാലത്തൊരു വളരെ കാലം പ്രണയിച്ച് വിവാഹം കഴിച്ച ദമ്പതിമാർ, വളരെ കാലം ദമ്പതിച്ച് വിവാഹം കഴിക്കുന്നു. എന്നിട്ട് വിവാഹം കഴിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് അവർ ഹൈന്ദവ വിശ്വാസികളല്ല, അവർ ഡോക്ടേഴ്സാണ്. നമ്മളൊന്ന് ആലോചിക്കണം. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലെ പ്രതിരൂപങ്ങളായി നിൽക്കുന്ന, ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വളർച്ചയെന്ന് വിശ്വസിക്കുന്ന 2 പേർ നമ്മളെ വന്ന് കണ്ടിട്ട് സന്താനങ്ങൾ ജനിക്കാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ സർപ്പദോഷങ്ങളില്ല, സർപ്പദുരിതങ്ങളില്ല, ശാപങ്ങളില്ല. എന്താണ്? ഈ ഡോക്ടർ രഹസ്യമായി മറ്റാരും അറിയാതെ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രീയുമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബന്ധം നിലനിർത്താനായിട്ടുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ അവരുടെ മുഖത്ത് നോക്കി, താങ്കൾക്ക് ഒരു പുരുഷനാണെന്ന് ഒരു സ്ത്രീയെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള കഴിവില്ലാതെ പോയിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം, ആ ചെറുപ്പക്കാരൻ, കണ്ടാൽ നല്ല സിനിമാ നടന്മാർ തോൽപ്പിച്ചു പോകുന്ന സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാൽ എങ്ങോ ലഹരി ഉണ്ടാക്കി തീർത്ത ഒരു ദുരന്തമാകും മുഖത്ത് കാണാം. ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ അടർന്ന് വീഴുന്ന കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൈപ്പത്തിയിൽ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു. അവിടെ എന്നോ ചെയ്തു പോയ ഒരു തെറ്റാണ്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, ഇതിന് പരിഹാരമില്ല. നമ്മുടെ ശരീരം, ഈശ്വരൻ തന്ന ഊർജം, ഈശ്വരൻ തന്ന ശരീരം, ഈശ്വരൻ തന്ന ഊർജവും ശരീരവും അത് നിങ്ങൾ നിലനിർത്തിയില്ലെങ്കിൽ, നിലനിർത്തുമ്പോൾ നമ്മുടെ ആ സമയങ്ങളിൽ നമ്മളെ കാണിക്കുന്ന, യുവത്വം കാണിക്കുന്ന ചില ഭ്രാന്തമായ അവസ്ഥകൾ
നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ നഷ്ടപ്പെട്ടതൊന്നും തന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ചെറുപ്പക്കാരോട്, യുവാക്കളോട് പറയാനുള്ളത്. വളരെ 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 ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ പോയി വിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാർത്തിക രോഹിണി നക്ഷത്രത്തെക്കുറിച്ചും തിരുവാതിര തിരുവോണത്തെക്കുറിച്ചും ഭരണി നക്ഷത്രത്തെക്കുറിച്ചും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിരവധി പേർ വിളിച്ചു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ഞാനതിലെ പ്രേതസഞ്ചാരത്തെക്കുറിച്ചിട്ടുള്ള പിതൃക്കളുടെ ദോഷത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് തിരുവാതിര തിരുവോണാണെന്ന് ഈ മൃത്യു ഭയമാണ്. മൃത്യു ഉണ്ടാകും എന്നുള്ളതല്ല, മൃത്യുവിനെ കുറിച്ചിട്ടുള്ള ഭയമാണ്. സ്വാമി മൃത്യു സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന നക്ഷത്രമാണ്, എൻ്റെ പിതാവ് ഇന്ന നക്ഷത്രമാണ്, എൻ്റെ മാതാവ് ഇന്ന നക്ഷത്രമാണ്, അല്ലെ മരണം സംഭവിക്കുമെന്നല്ല, മൃത്യുവിനെ കുറിച്ചിട്ടുള്ള ഭയം. നമ്മളൊരിക്കലും മരണത്തെക്കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ട് തന്നെ ആ സമയത്ത് വന്നു ചേർന്നോളും. നമ്മൾ എത്ര വാതിൽ പൂട്ടിയിട്ടിരുന്നാലും, നമ്മൾ എത്ര മുറിക്കുള്ളിൽ അടച്ചിരുന്നാലും, നമ്മൾ എവിടെയാണ് സുരക്ഷിതമായിട്ടിരുന്നാലും നമുക്ക് ആ മരണത്തെ അതിജീവിക്കാൻ പറ്റില്ല. അത് ആ സമയമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ഇങ്ങനെ മൃത്യു സംഭവിക്കുമെന്നുള്ളതല്ല, മൃത്യുവിൻ്റെ ലക്ഷണങ്ങളുള്ള ചില നക്ഷത്രങ്ങളാണ്, മൃത്യുവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ചില നക്ഷത്രങ്ങൾ. അത് കർണേശ്വര ഉപാസകർക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ വിശാഖം നക്ഷത്രമാണ്. ഞാൻ വിശാഖം നക്ഷത്രത്തിൻ്റെ തുലാം രാശിയിലുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചില സമയങ്ങളിലൂടെ കടന്നു പോകുമ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തും. അപ്പോൾ ടീച്ചർ ചോദിക്കും എന്താ വണ്ടി നിർത്തിയതെന്ന്. ഞാൻ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് വണ്ടി ഒതുക്കിയിട്ട് ആ ഒരു സമയം കഴിഞ്ഞു പോയതിന് ശേഷം മാത്രമേ ആ ഒരു മൃത്യു സമയമുണ്ട്. നമ്മൾ രാവിലെ ഇതിൻ്റെ ഊർജ്ജം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം, നിങ്ങൾ ഒരു ക്ഷേത്രങ്ങളിൽ പോയില്ലെങ്കിൽ പോലും രാവിലെ നമ്മൾ കുളിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കിടക്കയിൽ ഇങ്ങനെ കിടക്കണം. നമ്മൾ കിടന്നിട്ട് 2 കൈകളും നിവർത്തി വെക്കുക. നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഊർജ്ജം നമ്മളിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് നമ്മുടെ സഹസ്രാര പത്മത്തിലൂടെ ഈ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലൂടെ കടത്തിവിടുക. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇത് യോഗയിൽ വളരെ നന്നായിട്ട് പരിശീലിപ്പിക്കുന്നതാണ്. പക്ഷെ ഞാൻ കിടന്നുകൊണ്ടാണ് ചെയ്യാറുള്ളത്. റിലാക്സ് ചെയ്ത് ആ മനുഷ്യനെ, നമുക്ക് ചുറ്റും ഒന്നുമില്ല, നമ്മൾ ചുറ്റും പ്രപഞ്ചത്തിലുള്ള ഒന്നുമില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. ആ മനസ്സിൻ്റെ അന്ധകാരത്തിലേക്ക്, ഈ ശരീരത്തിലെ ബ്ലോക്കുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈ പ്രകാശത്തിൽ പോകുന്നത് സങ്കല്പിച്ചുകൊണ്ട് ഒരു 20 മിനിറ്റ് നിങ്ങൾ കിടന്നു നോക്കൂ. മറ്റൊന്നും മനസ്സിലുണ്ടാകരുത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നക്ഷത്രത്തിലെ അതിൻ്റെ എല്ലാ നക്ഷത്രങ്ങളും നല്ലതാണ്. എല്ലാ നക്ഷത്രങ്ങൾക്ക് തന്നെ ഗ്രഹപ്പിഴകളുണ്ട്. ആ ഗ്രഹങ്ങൾ പിഴയ്ക്കുന്ന കാലമുണ്ട്. അത് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പങ്കെടുത്തിരുന്നു. ആ ചാനലിൽ പങ്കെടുത്തപ്പോൾ അതിൽ കുറേ ഡോക്ടേഴ്സ് വന്നിരുന്നിട്ട് ഇതെല്ലാം തട്ടിപ്പുകാരാണ്, ഞങ്ങളൊക്കെ തട്ടിപ്പുകാരാണെന്നാണ് പറയുന്നത്. ഈ ജ്യോതിഷം സംസാരിക്കുന്നവരും പിന്നെ ഈ തന്ത്രമാന്ത്രങ്ങൾ നിൽക്കുന്നവരെല്ലാം തട്ടിച്ച് ജീവിക്കുന്നവരാണ്. അതിലൊരു ചെറുപ്പക്കാരനോട് എനിക്ക് വലിയ ദുഃഖം തോന്നി. അദ്ദേഹം ചെയ്യുന്നത് പിന്നെ തമിഴ്നാടുകളിലൊക്കെ പോയിട്ട് ഈ അവിടെയൊക്കെ ഉൾഗ്രാമങ്ങളിലുള്ള ഗ്രാമത്തിലുള്ള തന്ത്രമന്ത്രാദികളൊക്കെ അറിഞ്ഞുകൂടാതെ ജീവിക്കാൻ വേണ്ടി മായാജാലങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, അതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടത് ഈ ലോകത്തിലെ സകല സന്യാസി ശ്രേഷ്ഠന്മാരും സകല ആത്മീയാചാര്യന്മാരും കള്ളന്മാരാണ്, തട്ടിപ്പാണെന്ന് പറഞ്ഞ് പുള്ളി വ്യൂവർഷിപ്പ് ഉണ്ടാക്കി കാശുണ്ടാക്കുകയാണ്. അത് ഹിന്ദു സംഘടനകൾ ശ്രദ്ധിക്കേണ്ട വളരെ സമയമായിരിക്കുന്നു. അങ്ങനെ ചില ചെറുപ്പക്കാർ പണമുണ്ടാക്കാനായിട്ട് ഹൈന്ദവ സംഘടനകളെയും ഹൈന്ദവ ആചാര്യന്മാരെയും ഹൈന്ദവ വിശ്വാസികളെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന ഇത്തരം രീതികളെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് വിചാരിച്ച് അവരെ ആക്രമിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതാണ് തട്ടിപ്പ്. യഥാർത്ഥത്തിൽ അതാണ് തട്ടിപ്പ്. കേരളത്തിലല്ല, തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോയി തട്ടിപ്പുണ്ട്. ഏതിലാണ് തട്ടിപ്പില്ലാത്തത്? ഞാനിവിടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ പേട്ട ഭാഗത്തുള്ളൊരു സ്ഥലത്ത് പോയി, ഒരു ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡെന്റിസ്റ്റാണ്. അദ്ദേഹത്തിന് ഡയബറ്റിക്കുമായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹം ഒരു ഡയബറ്റിക്കിൻ്റെ ഒരു മെഡിസിൻ ഇറങ്ങി. ആ മെഡിസിന് ഒരു മാസത്തേക്കുള്ള മെഡിസിന് 12,000 രൂപയാണ്. അദ്ദേഹം ഒരു ഇഞ്ചക്ഷൻ മേടിക്കണ 12,000 രൂപയാണ്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ തന്നെ എല്ലാവർക്കും കൊടുക്കും. എനിക്കറിവുള്ള 4 പേരെ 5 പേരെ ഞാനത് നിർത്തിച്ചു. അദ്ദേഹത്തിന് ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സയില്ല, അദ്ദേഹത്തിന് അത് ചികിത്സിക്കാൻ പാടില്ല. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെയാണ്? അത് ഇഞ്ചക്ഷൻ എടുത്താൽ ഡയബറ്റിക് പെട്ടെന്ന് കുറയും, ഭാരം കുറയും, ഡയബറ്റിക് കുറയും. ഒരു അമേരിക്കൻ മെഡിസിനാണ് അത്. ഒരു മാസത്തെ ഇഞ്ചക്ഷന് 10-12,000 രൂപയേ ഉള്ളൂ. അദ്ദേഹം ഒരു നേരത്തേക്ക് 12,000 രൂപ മേടിക്കും.
ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഞാൻ അവിടെ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ അതിനു മുമ്പ് തന്നെ നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയി കണ്ട്, മുരളി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്, വിഷ്ണു രാധാകൃഷ്ണൻ എന്നൊരു ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ആ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്കൊപ്പമുള്ള 2 പേർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ പേട്ട ഭാഗത്തുള്ളതാണ്. ഞാൻ ഇവിടെ വഴിയും ഇതും വ്യക്തമായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന് ഡയബറ്റിക് ചികിത്സിക്കാനായിട്ടുള്ള യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ല. അദ്ദേഹം ഒരു ദന്ത ഡോക്ടറാണോ എന്ന് പോലും സംശയമാണ്. ദന്തിസ്റ്റാണ്. അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഈ മെഡിസിൻ, ഒരു മാസം എടുക്കേണ്ട മെഡിസിൻ ഒരു പ്രാവശ്യത്തേക്ക് എടുത്ത് ഡയബറ്റിക് കൺട്രോൾ ആവും അല്ലേ? ആ ഒരു ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. അവിടെ ഇരുന്ന നേഴ്സിൻ്റെ അടുത്ത് എന്തോ കാര്യം ചോദിച്ചപ്പോൾ എനിക്കറിഞ്ഞൂടാ, ഡോക്ടറെ അടുത്ത് ചോദിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തട്ടിപ്പല്ലേ? അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല. കാരണം ഒരു 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 വഴിക്കകത്താണ്. അപ്പോൾ മാലി ഇതൊക്കെയുള്ള ആൾക്കാർ വന്നിട്ട് അത് തട്ടിപ്പും വെട്ടിപ്പുമാണ്. ഇതൊന്നും കണ്ടുപിടിക്കാനോ ഇതിനെതിരെ പരാതിപ്പെടാനൊന്നും ആരുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ചുറ്റും ഒരുപാട് നടപ്പുണ്ട്. ഹൈന്ദവ സംസ്കാരത്തിനെ മ്ലേച്ഛമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം രീതികൾ വളരെ വലുതാണ്. എല്ലായിടത്തും ഉണ്ട്. എല്ലാ ജാതി മത വിഭാഗങ്ങളിലും ഇത്തരം ഉപജീവന മാർഗമായി അതിനെ ഉപയോഗിക്കുന്ന, ഇത്തരം ആചാരങ്ങൾ ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട്. പൂജതന്ത്രാദികൾ അല്ല, ഹൈന്ദവതയിൽ ഇത് കൂടുതലുണ്ട്. തന്ത്രമന്ത്രവാദികൾ ഹൈന്ദവതയിൽ കൂടുതലുണ്ട്. അത് തട്ടിച്ച് ജീവിക്കുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ജ്യോതിഷത്തിലുണ്ട് തന്ത്രമന്ത്രവാദികൾ, എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് ഒരു ഒരെണ്ണത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം രീതികൾക്കെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിൽ വിഭിന്ന സ്വഭാവങ്ങളാണ് ഇപ്രാവശ്യം ഉള്ളത്. കാരണം 2 സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അശ്വതി നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത്, പ്രഷർ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഉച്ച കഴിഞ്ഞുള്ള സമയത്തിന് ശരീരത്തിന് ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള സമയം പിതൃക്കളുടെ ദോഷമുള്ളത് കൊണ്ട് തന്നെ പിതൃബലികൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് മോശമുണ്ടാകും. ഉദരരോഗം ഉണ്ടാകാനുള്ള സാധ്യതയും നട്ടലിന് ക്ഷതമുണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടം ഉണ്ടെങ്കിലും കിട്ടുന്ന സാമ്പത്തികമായ അവസ്ഥകൾ നിലനിർത്തേണ്ടതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട്. കുട്ടികളിൽ അകാരമായി അശ്വതി നക്ഷത്രക്കാരുടെ മാതാവാണ്, ഇല്ലെങ്കിൽ അശ്വതി നക്ഷത്രങ്ങൾ കുട്ടിയുണ്ടെങ്കിലും അകാരണമായിട്ടുള്ള ചില ഉത്കണ്ഠകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ധനപരമായുള്ള കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. വരുന്ന 6 മാസം 90 ദിവസത്തേക്കുള്ള ഫലമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പോലും അത് വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ജ്യോതിഷ പണ്ഡിതനെ കണ്ടിട്ട് അശ്വതി നക്ഷത്രത്തിൽ ഈ വരാൻ പോകുന്ന 6 മാസത്തേക്കുള്ള വല്ല പരിഹാരക്രിയകൾ ഉണ്ടോ എന്നുള്ളതിനെ വെച്ച് നോക്കണം. ഈ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് പെട്ടെന്ന് കോപം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകളുടെ ഒരു കാലഘട്ടമാണ്. അശ്വതി നക്ഷത്രത്തിലുള്ള പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോപാകുലനാവും. ഭാര്യ അടുത്തൊരു ഇച്ചിരി മാറി നിന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാരം കഴിക്കാൻ പിന്നെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം പാത്രം എടുത്ത് എറിഞ്ഞിരിക്കും. പെട്ടെന്ന് കോപാകുലനാകുന്ന ഒരു അവസ്ഥയുണ്ട് സമയമനുസരിച്ച്. പിന്നെ ധനപരമായ കാര്യത്തിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. കടം കൊടുത്താലും കിട്ടൂല, പിന്നെ ഇങ്ങോട്ട് വാങ്ങിച്ചു തൊട്ട് കൊടുക്കാനും പറ്റില്ല. വാഹനങ്ങൾക്ക് പണം അടച്ചിട്ടുണ്ടെങ്കിൽ, പണം അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിശ്ചലമായി പോകുന്നൊരവസ്ഥയുണ്ട്. അല്ല, സാമ്പത്തികമായ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. സൗഹൃദങ്ങൾ വന്നു ചേരുമ്പോൾ സൗഹൃദങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാലഘട്ടം. സൗഹൃദങ്ങൾ ഉത്തമമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പിതൃക്കളുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർത്തേക്കണം. പിന്നെ ഏതെങ്കിലും നേർച്ചകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗുരുവായൂർ പോലുള്ള ഏതെങ്കിലും വിശ്വാസമുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ നേർച്ചകൾ വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശബരിമല പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാല എപ്പോഴെങ്കിലും ഇട്ടിട്ട് ഊരിയിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മളൊന്ന് പരിഗണിക്കുന്നത്, അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യുന്നതാണ്. കഴിയുന്നത് നേർച്ചകൾ പറയാതിരിക്കുക. അശ്വതി നക്ഷത്രക്കാരുടെ കാലം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഉത്തമമായിട്ടൊക്കെ കാണും. എന്നാലും ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോവുക, കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ നല്ലതായിരിക്കും. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യേണ്ടത്, കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുമ്പോൾ നമ്മൾ പച്ചരി എള്ളിലോട്ട് ഇട്ട് വേവിച്ചിട്ട് അത് 3 ചെറിയ ഉരുളയായിട്ട് ഒരു ചിരട്ടയുടെ തെക്ക് ഭാഗത്ത് വെക്കാൻ മതി. ചിലപ്പോൾ കാക്ക എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിതൃക്കൾ ഇടഞ്ഞാണ് കാണുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ. അത് നമ്മളെ എന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് വിളിച്ചു. ഞാൻ ഈ കാർത്തിക രോഹിണി, തിരുവാതിര, തിരുവോണം, ഭരണി നക്ഷത്രക്കാരുടെ ഫലം പറഞ്ഞപ്പോൾ അതിൽ ഭരണി നക്ഷത്രത്തിൽ പറഞ്ഞ 2 പേരെന്നെ വിളിച്ചിട്ട് ആ ഫലത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിൽ തിരുവാതിര നക്ഷത്രത്തിൽ വിളിച്ചത് ഞാൻ പ്രേതസഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ബന്ധു തന്നെയാണ്. അദ്ദേഹം പ്രേത സാന്നിധ്യം അനുഭവിച്ചതായിട്ടും മൃത്യുവിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടതായിട്ടും ആ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചതായിട്ടും പറഞ്ഞു.
അപ്പം ഇത്തരം കാര്യങ്ങൾ കർണേക്ഷി ഉപാസനയുടെ പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇത് തെറ്റാറൊന്നുമില്ല. എന്നാലും ഇതൊരു ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇതിന് പരിഹാരങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഞാൻ പൂജ പരിഹാരങ്ങളൊന്നും അങ്ങനെ ഉത്തമത്തിൽ എടുക്കുന്ന ആളല്ല. എല്ലാ പൂജകളും പരിഹരിക്കപ്പെടണം എന്നില്ല. പ്രത്യേകിച്ച് അത്തരം തന്ത്രപരമായ താന്ത്രിക കർമ്മങ്ങൾ ഉത്തമമായി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം തന്ത്രങ്ങൾ പഠിച്ചവരൊക്കെ തന്നെ അപ്പം തന്നെ പൂജാവിധികൾ പഠിപ്പിക്കുന്ന പാഠശാലകളുള്ളതുകൊണ്ട് അവിടെ പോയിട്ട് തന്ത്രവിദ്യാപീഠങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൂജ പഠിച്ചിറങ്ങിയിട്ട് പിന്നെ പൂജകൾ അങ്ങോട്ട് തുടങ്ങുവാണ്. ഉപാസന ബലം കൊണ്ടും ഉപാസന ശക്തി കൊണ്ടും കഠിനമായ ഉപാസന കൊണ്ടും പാരമ്പര്യം കൊണ്ട് ചെയ്യുന്നവർക്ക് പോലും ഫലമില്ല കലിയുഗത്തിൽ. അത് കണ്ടെത്താനായിട്ടുള്ള ഇന്നതാണെന്ന് കണ്ടെത്താൻ, ഇന്നതാണ് രോഗം, ഈ രോഗം ഇന്നതാണ്. അതിന് ഞാൻ ഉദാഹരണം ഒരു കാര്യം പറഞ്ഞുതരാം. എന്നെ കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചു. അദ്ദേഹം മലയങ്കീഴുള്ള ഒരാളാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു. എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് 14-ാം തീയതി കഴിഞ്ഞിട്ട് വിളിക്കൂ, 14-ാം തീയതി കഴിഞ്ഞിട്ട് വിളിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫലങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ആ ഭൂമിക്കൊരു ബന്ധനം കിടപ്പുണ്ട്, ഭൂമിക്കുള്ള ബന്ധനം എന്താണ് എന്ന്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഭൂമി ഞാൻ മേടിച്ചതിന് ശേഷം എനിക്ക് നല്ലതാണ്. ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഭാര്യ വിട്ടുപോയി, വീട്ടിലൊക്കെ പ്രശ്നങ്ങളാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് അദ്ദേഹം ഒരു 11 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി വീട് കിളയ്ക്കാനായിട്ട് ഞാൻ ഒരാളെ നിർത്തി. പക്ഷേ സ്വാമി നോക്കിക്കോളൂ, എൻ്റെ പുരയിടത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളിൽ തകിട്, ഇതൊക്കെ ഞാൻ ചോദിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഞാൻ ചിലരെ ഇന്ന ദിവസം കഴിഞ്ഞ് വിളിച്ചാൽ ഞാൻ ഓർമ്മിക്കും. ആദ്യം പെട്ടെന്ന് എനിക്ക് കിട്ടൂല. ക്ലിയറായി കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞാൽ ഇന്നതാണ് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ അടുത്ത കാലത്ത് അബുദാബി നമ്മളൊരു സുഹൃത്ത് വന്നിരുന്നു, എനിക്ക് മനസ്സിലായില്ല. വിളിക്കുമ്പോൾ ഞാൻ ഇന്നത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വ്യക്തമായി ഒരുപാട് പേര് വരുന്നതില്ലേ, 10-45 പേര് ഒരു ദിവസം വരുമ്പോൾ ഫലം പറയുന്ന ആളാണ്. എനിക്ക് വ്യക്തമാക്കി തന്നാൽ മാത്രമേ എനിക്ക് ആളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. അതെങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറഞ്ഞിരുന്നു എന്ന് പറയൂ. ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാതെ ഞാൻ വിടത്തില്ല. പിന്നെ പറയാതിരുന്നാൽ ഇതുപോലെ കാര്യങ്ങൾ കാണും. 14-ാം തീയതി കഴിഞ്ഞ് എന്നെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. ഞാൻ ഇന്ന് അദ്ദേഹം പുരളത്തിൽ നിന്നെടുത്ത ഒരു സാധനം എനിക്ക് ഇതിലിട്ട് തന്നു. എന്ത് സ്വാമി പരിഹാരം? ഞാൻ പറഞ്ഞതിനകത്ത് പ്രത്യങ്കര മാത്രമേ ഉള്ളൂ പരിഹാരം. ഭൂമി കുഴിച്ച് പ്രത്യങ്കര ഹോമം, 10-200 കിലോ വിറവും 10-25 കിലോ മുളകും ഹോമിച്ച് ആ ഭൂമിയിൽ ഉണ്ടാക്കുന്ന നാശത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക. സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എന്താ ചെയ്യണം സ്വാമി? അറിഞ്ഞൂടാ. ഇത് ചെയ്താൽ തന്നെ പരിഹാരം ഉണ്ടാവും നമുക്കറിയാൻ വയ്യ. ഞാനിത് തുറന്ന് പറയുന്നതാണ്. പൂജയൊന്നും എല്ലാത്തിനും പരിഹാരമില്ല. ആകെ ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. ധൂമാവതി ഉള്ള ഹോമങ്ങൾ ചെയ്യുമ്പോൾ അത് ധൂമാവതിക്കകത്ത് പിതൃദോഷങ്ങൾ ഞാൻ തീർക്കാം. കാക്കയെ വെച്ചിട്ട് പിതൃക്കളുള്ള 7 തലമുറയിലെ പിതൃക്കൾക്ക് ഹോമം ഞാനിവിടെ മാടന്തപുരാൻ ക്ഷേത്രത്തിൽ വല്ലപ്പോഴും അർഹതയുള്ളവർക്ക് മാത്രം ചെയ്യുന്നുണ്ട്. അർഹതയുള്ളവർക്ക് മാത്രം 10-25 രൂപ വരുമ്പോൾ, കാരണം അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണം. കൈ നിർത്തി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഉള്ളത് പറയുന്നത് അത് 100%. അത് ഞാൻ നോക്കാറുണ്ട്. ഇവർക്ക് ഇത് ചെയ്താൽ പിതൃദോഷങ്ങൾ മാറുമോ, അത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത് മാറ്റവും ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമേ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. മറ്റൊന്നും ഇപ്പം ശത്രു സംഹാരം ചെയ്താൽ ശത്രു നശിക്കുന്നത് ചെയ്യാൻ പറ്റൂല. ശത്രുവിനെ നശിക്കാൻ ശത്രുതാ സംഹാരം ചെയ്യാം, അതേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പശു നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ മറ്റൊന്നുകൂടെ പറയാം. ഇതുപോലെ ഒരു ഫാമിലി എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ വീട് വിൽക്കുന്ന ഒരു കാര്യത്തിലാണ്. ഞാൻ പറഞ്ഞു, ആ വീട് നിങ്ങളൊരു കാര്യം ചെയ്യും, 14-ാം തീയതി കഴിഞ്ഞ് എന്നെ വിളിക്കും. അത് വിഷു സംക്രമണം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും. ഞാൻ നോക്കട്ടെ അവിടെ എന്താണ് വിഷയം എന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം വിളിച്ചു, ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഭൂമി ഇങ്ങനത്തെ ഭൂമിയാണല്ലോ. എനിക്ക് 2 മിനിറ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. ആളെ പിടികിട്ടി. ഭാര്യയും ഭർത്താവും കൂടെ വന്നതാണ്, ഫാമിലിയായിട്ട് വന്നതാണ്. 2-3 പ്രാവശ്യം അടുത്ത് വന്നതാണ്. അപ്പോൾ സ്വാമി ഒന്നും പറഞ്ഞില്ല. ഇന്ന ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭൂമി ഇതല്ലേ? അതെ. നിങ്ങളുടെ ഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷം, അവിടെ ഉണ്ടായിരുന്ന വൃക്ഷത്തെ മുറിച്ചില്ലേ? അത് മുറിച്ച് കളഞ്ഞു. അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ശവം അടക്കം ചെയ്തപ്പോൾ ശവങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. അവിടെ 2 വീടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതിൽ ഒരു വീട്. അപ്പോൾ ഈ വീട് വിറ്റിട്ട് ഭാര്യയുടെ അടുത്തേക്ക് പോകണം. പുള്ളി ഇത് അദ്ദേഹം ഇത് കേൾക്കുമായിരിക്കുമല്ലോ പറയുന്നത്. പിന്നെ കൊല്ലം ഭാഗത്തം കണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ ഈ ഒരു വിഷയം നടന്നിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ അടക്കം ചെയ്ത അവിടുത്തെ, ഞാൻ പറഞ്ഞു, പിതൃക്കൾ ഈ വീട് വിൽക്കാൻ സമ്മതിക്കില്ല. ഈ കുടുംബത്തിൽ 10-70 വർഷം പഴക്കമുള്ള ഈ വീട് വെക്കാൻ മരിച്ചവരാരാണ്ട് സമ്മതിക്കുന്നില്ല. എന്താണ് കാരണം എന്ന് വല്ലതും അറിയോ? ഓർമ്മയിൽ വല്ലതും കിട്ടുന്നുണ്ടോ? അവർക്ക് ഇഷ്ടമല്ലല്ലോ ഈ വീട് വിൽക്കുന്നതിന്, ഈ ഗൃഹം വിൽക്കുന്നതിന് അവർക്ക് ഇഷ്ടമല്ല. എന്താണ് കാരണം എന്ന് വല്ലതും അറിയോ? അപ്പം അദ്ദേഹം എന്നോട് പറയുകയാണ്, സ്വാമി, ഞാൻ പറഞ്ഞൊരു 10-16 വയസ്സ് പ്രായമുള്ളപ്പോൾ നടന്ന വല്ല സംഭവങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വാമി, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. ഞാൻ എന്താണ് അത്? അവിടെ എൻ്റെ മുത്തച്ഛനെ അങ്ങോട്ട് അടക്കം ചെയ്തപ്പോൾ സമയത്ത്
മാമനെയോ അമ്മാവനെയോ ആരാണ്ട് അടക്കം ചെയ്ത സമയത്ത് ഈ വീടിൻ്റെ ഗൃഹനാഥൻ, ആ വീട്ടിലെ ആ തറവാട്ടിലെ ഗൃഹനാഥനെ കണ്ട് അടക്കം ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരി പറഞ്ഞു, ഈ കത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു അസ്ഥി കഷ്ണം എടുത്ത് വീട്ടിനകത്ത് കൊണ്ട് വയ്ക്കാൻ. തീർന്നില്ലേ? ലോകത്താരെങ്കിലും ചെയ്യൂ? ആരെങ്കിലും ഈ ദുഷ്ടത്തരം ചെയ്ത് പറഞ്ഞു കൊടുക്കൂ? അപ്പോൾ എന്തൊരു പകയുണ്ടായിട്ടാണ് അത് ചെയ്യിപ്പിച്ചത്? കത്തിക്കൊണ്ടിരിക്കുന്ന ആ വീട്ടിലെ ഗൃഹനാഥൻ മരിച്ച്, ആ ഗൃഹനാഥൻ്റെ അസ്ഥി കത്തിക്കൊണ്ടിരുന്നപ്പോൾ, ശവശരീരം കത്തിക്കൊണ്ടിരുന്നപ്പോൾ വെന്തുകൊണ്ടിരുന്ന അതിനകത്ത് ഒരു അസ്ഥി കഷ്ണം എടുത്ത് വീട്ടിനകത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ട് വയ്ക്കാൻ ഈ സഹോദരി പറഞ്ഞു. ഒരു ശവം കത്തിക്കൊണ്ടിരിക്കുന്നു, ആ കത്തിക്കൊണ്ടിരിക്കുന്ന ശവശരീരത്തിലെ ഒരു അസ്ഥി കഷ്ണം എടുത്ത് ഈ ഉള്ളിൽ കൊണ്ട് വെക്കാൻ പറയുന്നു. ആ വീടിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ആ വീട് എന്നേക്കാൾ കാലമായി ഒരു പ്രേതബന്ധമുണ്ടായ വീടായി മാറി. ആ വീട്ടിൽ ഒരിക്കലും മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്താ ചെയ്യാൻ പറ്റണേ? വളരെ ഭീകരമായ ഒരു അവസ്ഥയും ദുരന്തവുമായി തീർന്നു. ഞാനൊന്നും മറുപടി, ഞാൻ ഇന്ന് രാത്രി വിളിക്കാൻ പറഞ്ഞു, എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കാം. അത് ശുദ്ധി ചെയ്തെടുത്ത് മാറ്റാനൊന്നും പറ്റൂല. ഇനിയിപ്പം ചെയ്യണമെങ്കിൽ ആ മരിച്ച ആളിൻ്റെ പൂർവ്വജന്മം എടുക്കണം, അദ്ദേഹത്തിൻ്റെ പ്രേതാവസ്ഥ നോക്കണം. പ്രേതാവസ്ഥ നോക്കിയിട്ട് അദ്ദേഹത്തിന് വീണ്ടും ബലിമ ഉണ്ടാക്കി ദഹിപ്പിച്ച് അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് മോക്ഷപ്രാപ്തി കൊടുത്ത ശേഷം മാത്രമേ ഈ വീട് വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കാൻ പറ്റൂ. മറ്റേ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെയുള്ള കുടുംബത്തിൽ അസ്വസ്ഥതകളും ദോഷങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾ നിരവധിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളൊരു ഉപദേശം, അപ്പോൾ ഇദ്ദേഹത്തിന് അറിയില്ല. നമുക്ക് ഒരാളെ മരിച്ചുപോയി, ആ വീട്ടിലെ ഒരു ഗൃഹനാഥൻ മരിച്ചുപോയി. മരിച്ചു പോകുന്ന ആളിൻ്റെ ശവം കത്തിക്കുകയാണ്. അയാൾ ജഡാവസ്ഥയിലായി, അയാൾ ജീവിച്ചു കഴിഞ്ഞു, അയാൾ ഈ ഭൂമിയിൽ നിന്ന് പോയി. അദ്ദേഹത്തിൻ്റെ ജഡം കത്തിക്കുന്ന സമയത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ആ സ്ത്രീയുടെ പകയൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുടുംബത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അറിയാത്ത എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീ പറഞ്ഞെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയം, ജലാശയത്തിൽ ഇറങ്ങാതിരിക്കുക. ജലമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ജലമുള്ള സ്ഥലത്ത് കുളിമുറിയിൽ കുളിക്കുമ്പോൾ തന്നെ അശ്രദ്ധമായി കുളിക്കാതിരിക്കുക. ജലമായിട്ട് ബന്ധപ്പെട്ട ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്രദ്ധ. വിശദമായിട്ട് എല്ലാ നക്ഷത്രങ്ങളെക്കുറിച്ചും ഞാൻ ഇത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഓരോ നക്ഷത്രങ്ങളെക്കുറിച്ച് ഗണിച്ചെടുക്കാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റിരുന്നാണ് ഇത് നോക്കുന്നുള്ളത്. ഇന്നിപ്പോൾ അശ്വതി നക്ഷത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് ഇത്തരം അശ്വതി നക്ഷത്രക്കാർ ആദ്യ നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രവും അവസാന നക്ഷത്രവും കൂടെ കിട്ടും. രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും മോശകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും മോശകരമായ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ. നമ്മൾ അപ്രതീക്ഷിതമായി വന്നു കണ്ടുന്ന മാനസിക സംഘർഷങ്ങൾ, ദുഃഖങ്ങൾ, സ്വസ്ഥതയില്ലായ്മ, ഇത് എത്ര നല്ല രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദുരിതങ്ങൾ, വാക്കിനോടുള്ള വ്യവസ്ഥ, ഗൃഹത്തിലെ ദോഷങ്ങൾ, ഗൃഹദുരിതങ്ങളൊക്കെ രേവതിനക്ഷത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലോട്ട് കിടക്കുന്നില്ല. ആദ്യ നക്ഷത്രവും അവസാന നക്ഷത്രവും ജനിച്ചവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അശ്വതി നക്ഷത്രത്തിലുള്ളവർ ഭൂമി സംബന്ധമായിട്ടുള്ള കേസ് കോടതി വ്യവഹാരങ്ങളോ, സഹോദരങ്ങൾ തമ്മിൽ വല്ല ഭൂമി സംബന്ധമായ ഇടപാടോ, സാമ്പത്തിക ഇടപാടോ, സ്വർണം സംബന്ധിച്ച് കടം കൊടുത്തുള്ള ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ അത് ശത്രുതയായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപേക്ഷിച്ച് കളയണം. അപ്പോൾ കലിയുഗത്തിലെ ബന്ധങ്ങൾക്ക് വലിയ വിലയില്ല, മൂല്യങ്ങളില്ല. അത്തരം കാര്യങ്ങൾ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒന്നും നമ്മുടേതല്ല എന്ന് വിചാരിക്കുന്നത് നമ്മുടേതാണ്, എൻ്റേതാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കൊക്കെ വിട്ടുകളയാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളങ്ങ് വിട്ടുകളയുക. എൻ്റേത് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ശരീരം പോലും എൻ്റേതല്ലാത്ത സ്ഥിതിക്ക് ഒന്നും എൻ്റേതല്ല, നമ്മളിലൂടെ കടന്നു പോകുന്നതാണ്. ഒരു ജലാംശം, ഒരു ജലം ഇങ്ങനെ കടന്നു വരുമ്പോൾ പാറയിൽ തട്ടി മനോഹരമായി ഒഴുകി മറ്റത് പോയി അഗാധമായ ഗർത്തത്തിൽ വീണ് വീണ്ടും ശാന്തമായി ഒഴുകി വല്ല നദികളിലൊക്കെ പോയി ലയിച്ച് മറ്റൊന്നാകുന്ന പോലെ നമ്മുടെ ജീവിതം തട്ടിയും തെറിച്ചും തെന്നിയും തെറിച്ചും ഒക്കെ ഇങ്ങനെ പോകും. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് ക്ഷമിക്കുകയും സഹിക്കാൻ പറ്റുന്നതൊക്കെ സഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും പുതിയ കുറേ നക്ഷത്രങ്ങളുമായിട്ട് ഞാൻ പെട്ടെന്നെടുത്ത് എല്ലാ ദിവസവും പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പറഞ്ഞ രോഹിണി നക്ഷത്രത്തെക്കുറിച്ചും കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചും പുണർന്ന നക്ഷത്രത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പണി നക്ഷത്രത്തെക്കുറിച്ചും ഒന്നുകൂടെ ഗഹനമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ നക്ഷത്രങ്ങളെക്കുറിച്ചും എൻ്റെ കാതിൽ പറയുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഏറ്റവും ശാന്തവും സുന്ദരവുമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.